നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. പോയ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം റിസർവ് ബാങ്കിന്റെ വായ്പാ നയമായിരുന്നു. റിപ്പോ നിരക്കിൽ 0.5% കുറവ് റിസർവ് ബാങ്ക് വരുത്തി. പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനമാണ് RBIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ വിപണിയിൽ വലിയ തോതിലൊരു കറക്ഷൻ പോയ വാരത്തിൽ നടന്നു. വലിയ ചാഞ്ചാട്ടം പല പ്രധാനപ്പെട്ട സെക്ടറുകളിലും ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ അടുത്തയാഴ്ച വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ത്? റിസർവ് ബാങ്ക് വായ്പാ നയത്തിന് ശേഷം ഏറ്റവും പ്രധാനമായി വരാനിരിക്കുന്നതായി നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് നാലാം പാദ ഫലങ്ങൾ. ഈ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. വരും ആഴ്ച ഇതൊക്കെ വിപണിയെ ഏത് തരത്തിൽ സ്വാധീനിക്കും എന്നുകൂടി നമ്മൾ ഈ ലക്കത്തിൽ പരിശോധിക്കുന്നു. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനൻ തന്നെയാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ വാരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് പ്രധാനമായും ഒരു കറക്ഷനിലേക്ക് നയിച്ചത്? RBI പോളിസി പൊതുവെ ഡിസ്കൗണ്ടഡ് ആയിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്ന തീരുമാനങ്ങൾ തന്നെയാണ് RBIയിൽ നിന്നും വന്നത്. രണ്ട് റീസണാണ് ഈ ഒരു മാർക്കറ്റിന്റെ കറക്ഷൻ പ്രധാനമായിട്ടും വില്ലനായി വന്നത്. ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനവും, രണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും. 25 ബേസിസ് പോയിന്റ് ആണ് മാർക്കറ്റിൽ ലാസ്റ്റ് വീക്ക് കട്ട് വന്നത്. മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 50 ബേസിസ് പോയിന്റ് ആയിരുന്നു. 20 ബേസിസ് പോയിന്റ് ആണെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 25 ബേസിസ് പോയിന്റ് മുകളിൽ ഒരു കട്ട് എന്ന് പറയുന്നത് റിസ്ക് തന്നെയാണ്. ഒന്ന്, ഡ്രൗട്ട്, മൺസൂണിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലായ്മ, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത തീരുമാനം വളരെ വ്യക്തമാണ്, കറക്റ്റാണ്. അതോടൊപ്പം ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തു. ലോ ബോറോയിങ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ്, അത് ലിക്വിഡിറ്റി കൂടുമ്പോൾ ഓവറോൾ ഇക്കണോമിക്ക് അതൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തുനിന്ന് വന്നത്. എന്നാൽ മാർക്കറ്റിന്റെ പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 50 ബേസിസ് പോയിന്റ് ആയിരുന്നു. അതൊരു റീസണായി. രണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ ഒരു മാസമായി ബൈയിങ് സൈഡിൽ വന്നിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ക്യാഷ് മാർക്കറ്റിൽ 1500 crore നെറ്റ് സെല്ലിംഗ് സൈഡിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു. ദെൻ അതോടൊപ്പം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിൽ തന്നെ. അപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അതൊരു റീസൺ. രണ്ട്, ഓപ്പറേറ്റേഴ്സും സെല്ലിംഗ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക്. കാരണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ, അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാർക്കറ്റ് പോയതാണ്. അതിന് ഈ മേജർ ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ അത് മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൗട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ റീസൺ കൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ട ലാസ്റ്റ് വീക്ക് കണ്ട കറക്ഷൻ. പക്ഷേ ഇതൊന്നും ഒരു ഫെയർ ആയിട്ടുള്ള കറക്ഷൻ തന്നെയാണ്. അതെത്ര റിസ്കി ആയിട്ടുള്ളൊരു ഒരു സെല്ലിംഗ് അല്ല മാർക്കറ്റിൽ സംഭവിച്ചിരിക്കും. ഇതൊരു ഫെയർ ആണ്. ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത് മേജർ ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇവന്റ് കഴിഞ്ഞു. ഇനി റിസൾട്ട് സീസൺ വരാൻ പോകുന്നു. ലാസ്റ്റ് വീക്ക് രണ്ട് BHEL അതുപോലെ കിറ്റെക്സ്, കേരളത്തിലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കിറ്റെക്സ്, രണ്ടും ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഇനി മാർക്കറ്റിന്റെ ഗതി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ റിസൾട്ടും. നെക്സ്റ്റ് വീക്ക് ഇൻഫോസിസിന്റെ റിസൾട്ട് വരുന്നു. ലാസ്റ്റ് വീക്ക് ഇൻഫോസിൽ ചെറിയ കറക്ഷൻ നേരിട്ടു. ഇൻഫോസിസിന്റെ റിസൾട്ട് IT സെക്ടർ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യും എന്ന് തീരുമാനിക്കും. ദെൻ അതിനുശേഷം വരുന്ന ഓരോ റിസൾട്ടുകളും മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്ന് പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് റിസൾട്ട് തന്നെയായിരിക്കും. ഇത്തവണത്തെ വായ്പാ നയത്തിന് ശേഷം RBI ഗവർണർ രഘുറാം രാജൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, വീണ്ടും ഒരു 50 ബേസിസ് പോയിന്റ്സിന്റെ കട്ടിനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ ഉള്ള വരൾച്ച, അതുണ്ടാക്കാൻ പോകുന്ന കൃഷിനാശം, ഒപ്പം തന്നെ മൺസൂൺ സംബന്ധിച്ചുള്ള ഫോർകാസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മഴ ലഭിക്കും എന്നുള്ളൊരു അവ്യക്തത, ഇതെല്ലാം ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഈ ഡ്രൗട്ട് ഒരു ഉത്തരേന്ത്യയിൽ വലിയൊരു ഭീഷണിയായിട്ട് ഇപ്പോൾ വരൾച്ച നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ടെല്ലാം ഈ വീണ്ടും ഒരു റേറ്റ് കട്ടിലേക്ക് RBI എത്തിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തുന്നവരാണ് കൂടുതൽ പേരും. താങ്കൾ എങ്ങനെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അതൊരു കോഷ്യസ് അപ്രോച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ലാസ്റ്റ് ബഡ്ജറ്റിൽ ഹയർ അലോക്കേഷൻ ഇറിഗേഷന് വേണ്ടി മാറ്റിവെച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. ദെൻ സുപ്രീം കോർട്ട് അതിൽ ഇടപെട്ടു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരിക്കും ഈ ഡ്രൗട്ട് മാനേജ്മെന്റിന് വേണ്ടി എടുക്കുന്നത്. ദെൻ ഇതിപ്പോൾ മൺസൂണിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഫോർകാസ്റ്റ് വന്നിട്ടില്ല. ഈ മന്ത് ലാസ്റ്റോട് കൂടി അത് വരും. അത് ബെറ്റർ ആകുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു സ്പേസ് ഉണ്ട്, ഒരു റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി, ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴെടുത്തിരിക്കുന്ന സ്റ്റെപ്പ് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കോഷ്യസ്, നോർമലി
രഘുറാം രാജൻ ഒരു കോഷ്യസ് അപ്രോച്ചാണ് എപ്പോഴും എടുക്കാറ്. അത് തന്നെ അദ്ദേഹം ഇപ്പോഴും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മതി. പക്ഷേ ഇതൊക്കെ ഒരു ലോങ് റണ്ണിൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ബാക്കി ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യ വേൾഡിലെ ഏറ്റവും നല്ല പൊസിഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ഡിപ്പും ഓരോ കറക്ഷനും മാർക്കറ്റിൽ വരുന്നത് നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും ആ സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഇൻവെസ്റ്റേഴ്സിന്. ഈ സിറ്റുവേഷനൊക്കെ ഗവൺമെൻറ്റിന് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. പിന്നീട് ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെക്കുറിച്ചും ചർച്ചയുണ്ടാകും. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകുന്നു. അനുവിൻ്റെ മെയിലാണ്. ടാറ്റ ഗ്ലോബൽ, സിൻടെക്സ്, സി എന്റർടൈൻമെന്റ്, ആദിത്യ ബിർള ഫാഷൻ, പ്രതിഭ ഇൻഡസ്ട്രീസ് ആൻഡ് റാണ ഷുഗർ, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് അനു ചോദിക്കുന്നത്. ഇതിൽ ടാറ്റ ഗ്ലോബൽ പോസിറ്റീവാണ്. ഇവരുടെ പ്രൊഡക്ഷനൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്ത് ഇവർ മാർക്കറ്റിംഗിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അതായിരുന്നു റീസെൻ്റ് ആയിട്ട് ഈ സ്റ്റോക്കിലൊരു കറക്ഷൻ വരാനുള്ള റീസൺ. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്തൊരു വാല്യുവേഷനിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 100 to 120 ലെവലിൽ കുറച്ച് ദിവസം ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. 110 and 94 രണ്ട് സപ്പോർട്ട് ലെവൽ, 110ഉം 94ഉം രണ്ട് സപ്പോർട്ട് ലെവലാണ്. 140 സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ഓവറോൾ ഈ സ്റ്റോക്ക് ഒരു ലോങ് ടൈം ബെറ്റാണ്. അപ്പോൾ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. റീസെൻ്റായിട്ട് വലിയ റൈഡൊന്നും ഈ സ്റ്റോക്കിൽ സംഭവിച്ചില്ല, ചെറിയ കറക്ഷനാണ് സംഭവിച്ചത്. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. എന്തായാലും ലോങ് റണ്ണിൽ ഈ സ്റ്റോക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ സിൻടെക്സ് ആണ്, പോസിറ്റീവാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 70 and 62 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു 70 ഒരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 62 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. റിസൾട്ട് മോശമാവുക, ഓവറോൾ റിസൾട്ട് മോശമാവുക, ഡ്രൗട്ടിനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള ഔട്ട്കം വരിക, മൺസൂൺ മോശമാവുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും റീസൺസ് വരികയാണെങ്കിൽ മാത്രമേ വീണ്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആവറേജ് റിസൾട്ട് വരാനാണ്, ഒരു ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരാനാണ് സാധ്യത. അതുകൊണ്ട് ഡീപ്പായിട്ടുള്ള കറക്ഷനുള്ള പോസിബിലിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 94 ആണ് സിൻടെക്സിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സി എന്റർടൈൻമെന്റ് ആണ്. ഓവറോൾ പോസിറ്റീവായിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. 370 and 340 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ് ഈ സ്റ്റോക്ക്. 420 സ്റ്റോക്കിലൊരു മേജർ റെസിസ്റ്റൻസ് ആണ്, മേജർ സപ്ലൈ സോൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ആദിത്യ ബിർള ഫാഷൻ ഒരു ഡീമർജറിന് ശേഷം ആണ് ഈ റേറ്റിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ റീറ്റെയിൽ ഡിവിഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. വാല്യുവേഷൻ ഫെയർ ആണ്. 130, 110 രണ്ട് സപ്പോർട്ട് ലെവൽ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സ്റ്റോക്കിൽ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. കാരണം ഈ വർഷം നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ ഒന്ന് തന്നെയാണിത്. 130, 110. 130 തന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ, ഈവൻ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പരിഗണിക്കാം. ഓവറോൾ ചെറിയ കറക്ഷനൊക്കെ ഈ സ്റ്റോക്കിൽ നേരിട്ടു. ദെൻ 130 ലെവൽ വരികയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. ഒരു ഡീപ്പായിട്ടുള്ള കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ മാത്രം 110 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാം. 180 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ ടാർഗറ്റ്. ദെൻ പ്രതിഭ ഇൻഡസ്ട്രീസ് ആണ്. ഒരു ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. 30 and 24 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 44 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ റാണ ഷുഗർ അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് അല്ല. ഡിസിഷൻ അദ്ദേഹം പരിഗണിക്കുക. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ കുറവാണ്. സപ്പോർട്ട് 6 and 4 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 12 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ഈ 1-2 സ്റ്റോക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നു നന്നായിരിക്കും. മാർക്കറ്റിൽ ഇപ്പോൾ 7,600 ബിലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും മോശം റിസൾട്ടുകൾ വരികയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അതുപോലെ ഡ്രൗട്ടിനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള ന്യൂസ്, മൺസൂണിനെ കുറിച്ചുള്ള മോശം ഫോർകാസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കാം. പക്ഷെ അതൊക്കെ ഒരു ലോങ് ടേം ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും മാർക്കറ്റിൽ. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ വിഘ്നേഷ് ചന്ദ്രന്റെ കത്താണ്. അദ്ദേഹത്തിന് കൈവശം 100 സ്റ്റോക്കുകളാണുള്ളത്. കോൾ ഇന്ത്യയാണ്. 291 റേറ്റിലാണ് അദ്ദേഹം ഇത് വാങ്ങിയത്. ഈ സ്റ്റോക്കിൽ ഭാവി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഈ സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ടാണ്. ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. ഫർദർ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ്. 270 and 240. ഈ 270 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. 240 സെക്കൻഡ് സപ്പോർട്ട് ലെവൽ.
270 ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, റിസൾട്ട് മോശമാവുകയാണെങ്കിൽ മാത്രമേ വീണ്ടും കറക്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. 270 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ആ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. വീണ്ടും ഓവറോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ് കോൾ ഇന്ത്യ. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെക്ടർ വൈസ് നോക്കുമ്പോൾ സിമെൻറ്റിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം കൺസ്ട്രക്ഷൻ ഒരു റേഞ്ചിൽ ആ മേഖലയിലൊക്കെ കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സെക്ടറിനെ കാണേണ്ടത്? അത് അഭിലാഷ് പറഞ്ഞത് വ്യക്തമാണ്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ച് ഓർഡർ ബുക്ക് വളരെ ശക്തമാണ്. ഇന്ത്യ ലാക്ക് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ട് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സിമെൻറ്റ് ഇല്ലാതെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഡെവലപ്മെൻ്റ് ഇല്ല. ഇപ്പം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെക്ടർ തന്നെയാണ്. പക്ഷേ ഓൾറെഡി എനിക്ക് തോന്നുന്നു അത് ഡിസ്കൗണ്ട് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. കാരണം ലാസ്റ്റ് വീക്കൊക്കെ തന്നെ വലിയൊരു റൈഡ് ഈ സെക്ടറിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇൻഫ്രാ കമ്പനികളുടെ ഓർഡർ ബുക്ക് ശക്തമായതുകൊണ്ട് ഡിമാൻഡ് വളരെയധികം കൂടാൻ, ഈവൻ ഗ്ലോബലി തന്നെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ തന്നെ വളരെ കുറവാണ്. സിമെൻറ്റ് കമ്പനി നമ്മൾ എനിക്കൊന്ന് 2 മാസം മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതൽ. അപ്പോൾ സിമെൻറ്റ് സെക്ടർ വളരെ പോസിറ്റീവ്. ഇപ്പോൾ സിമെൻറ്റ് മാത്രമല്ല, ഓട്ടോമൊബൈൽ സെക്ടർ വളരെ പോസിറ്റീവ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് കറക്റ്റ് ചെയ്ത മാരുതി പോലെയുള്ള സ്റ്റോക്കൊക്കെ തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഡിമാൻഡ് ഗ്രോത്ത് വളരെ ഉണ്ട്. അതൊരു പോസിറ്റീവാണ് സിമെൻറ്റിനെ സംബന്ധിച്ച്. അതുപോലെ ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് തന്നെയാണ്. ഈ 2 സെക്ടറും വളരെ പോസിറ്റീവ്. അതുപോലെ തന്നെ IT സെക്ടർ പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ പക്ഷേ ഇതൊക്കെ പരിഗണിക്കുമ്പോഴും റിസൾട്ട് നമ്മളൊന്ന് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം റിസൾട്ട് സീസണിൽ ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള സെല്ലിംഗ് വരാം, അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഈ മാസം നമ്മൾ വളരെ കോഷ്യസ് അപ്രോച്ച്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ്, ഓരോ റിസൾട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. അത് സിമെൻ്റ് ആണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും ഒക്കെ തന്നെ ആ റിസൾട്ടിനനുസരിച്ചുള്ളൊരു മൂവ് ഓരോ സ്റ്റോക്കിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ചാണ് ഓരോ സ്റ്റോക്കിനും ഓരോ സെക്ടറും നമ്മൾ ഈ ഒരു മാസം മാത്രം അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും നല്ലത്. സിമെൻറ്റിനെ സംബന്ധിച്ച് ഓവറോൾ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ ഇപ്പോഴത്തെ വാല്യൂഷൻ പോലും വളരെ ഫെയർ ആണ്. അപ്പോൾ എല്ലാ സ്റ്റോക്കും അതിൽ റൈഡ് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിസൾട്ട് നന്നായി വരികയാണെങ്കിൽ വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ചില സ്റ്റോക്കുകൾ ഈ എപ്പിസോഡിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറേ ആഴ്ചകളെല്ലാം ലഭിച്ച പ്രധാനപ്പെട്ട കത്തുകളെല്ലാം പറയുന്നുണ്ടായിരുന്നു ചില സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ചും മാർക്കറ്റിൻ്റെ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ പുതിയ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയമാണ്. അതുകൂടി കണക്കാക്കിക്കൊണ്ട് ചില സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ആദ്യമായിട്ട് സീമെൻസ് ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷനോട് കൂടി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. 1080 ഒരു മേജർ സപ്പോർട്ട് ലെവൽ, ദെൻ 1000. പക്ഷേ ഇതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റോക്കിൻ്റെയും റിസൾട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. 1220 ആണ് സീമെൻസിന് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ് സീമെൻസിൻ്റെ ഒക്കെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ ചിലപ്പോൾ ഒരു റൈഡിനുള്ള പോസിബിലിറ്റിയും നിലനിൽക്കുന്നുണ്ട്. ദെൻ റിലയൻസ് ആണ്. ജിയോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കേസ് തള്ളി, അത് ഒരു പോസിറ്റീവാണ്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് ഓവറോൾ റിഫൈനിങ് മാർജിൻ കൂടുന്നു. ലാസ്റ്റ് 2-3 ക്വാർട്ടർ റിസൾട്ട് വളരെ ബെറ്ററാണ്. അപ്പോൾ ഓവറോൾ മൊമെൻറ്റം പോസിറ്റീവാണ്. 1020 and 980 2 സപ്പോർട്ട് ലെവലാണ്. 1020 ലെവലിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ രീതിയിൽ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. 1120 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ DHFL ആണ്. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതൊക്കെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ലോൺ ബുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അത് പരിഗണിക്കുമ്പോൾ 170 and 150 ലെവൽ വരികയാണെങ്കിൽ DHFL ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ പ്രിസം സിമെൻ്റ് ആണ്. ഇതിൽ റൈഡ് സംഭവിക്കാത്ത സിമെൻറ്റ് സെക്ടറിൽ 1-2 സ്റ്റോക്കുകൾ പരിഗണിക്കുമ്പോൾ അതിൽ ഏറ്റവും മേജർ സ്റ്റോക്കും അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ ആണ്. 78 and 70 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 100 ആണ് സ്റ്റോക്കിൻ്റെ ഒരു ടാർഗറ്റ്. 100 ലെവലിലേക്ക് സ്റ്റോക്ക് ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 100 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ബാറ്റ ഇന്ത്യ ആണ്. ഒരു ഫണ്ടമെൻ്റലി സൗണ്ടാണ്. നമ്മൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്.
500 and 480. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ലോങ് ടൈം വ്യൂവിൽ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഇതിൽ ബാറ്റ ഇന്ത്യ 500 and 480 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 600 ലെവൽ വരികയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ദെൻ മാരുതി ലാസ്റ്റ് വീക്ക് കറക്ഷൻ എന്ന് സ്ട്രെങ്തൻ ആകുന്നു. ഇവരുടെ ലോയൽറ്റി എമൗണ്ട് കൂടും, അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ആ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചത്. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നു, അതിനനുസരിച്ച് സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കാറുണ്ട്. പക്ഷേ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു, ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് മാരുതിയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. 3340 and 3000 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 4200 ആണ് ഒരു ലോങ് ടൈം ടാർഗറ്റ്. മാരുതി ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന, അങ്ങനെ ഓരോ വർഷവും പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് പോകുന്നു. നമ്മൾക്കറിയാം വളരെയധികം സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ്, പുതിയ വെഹിക്കിൾ, എനിക്കൊന്ന് റീസെൻ്റായിട്ട് എത്രയോ പുതിയ വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനൊക്കെ നല്ല ബുക്കിംഗ്, ഓവർ ബുക്കിംഗ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ മാരുതിയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ദെൻ IT സെക്ടറിൽ HCL ടെക് വാല്യുവേഷൻ വളരെ ഫെയർ. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഫ്രൈഡേ ഒക്കെ ചെറിയ കറക്ഷൻ സംഭവിച്ചിരുന്നു. 810, 770 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 900 ആണ് ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ്. ദെൻ സൺ ഫാർമ സെക്ടറിലും ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 780 ലെവൽ വരികയാണെങ്കിൽ സൺ ഫാർമ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 720, വീണ്ടും നെഗറ്റീവ് ന്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ 720 ലെവൽ വരെ പോകാം. പക്ഷേ ഞാൻ ഈ സ്റ്റോക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോഴും റിസൾട്ട് സീസണാണ്, അത് വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. ഒരു ഫാർമ സെക്ടറിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട്, ആദ്യം വരുന്ന സ്റ്റോക്ക് റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അത് ആ സെക്ടറിലെല്ലാം തന്നെ സൺഫാർമയിലെ എല്ലാ സ്റ്റോക്കിലും റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. സൺഫാർമ 880 ആണ് സൺഫാർമയുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, അതല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ 80 and 70 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ്, കാരണം വലിയൊരു റൈഡ് ആ സ്റ്റോക്കിൽ സംഭവിച്ചു. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 80 ലെവൽ വരുമ്പോൾ മാത്രമേ ഹിൻഡാൽകോയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ദെൻ അത് 80 ബ്രേക്ക് ആണെങ്കിൽ 70 ലെവൽ, രണ്ട് സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 100 ആണ് സ്റ്റോക്കിൽ. ഈ റൈഡ് മാർക്കറ്റിൽ വീണ്ടും ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 100 ലെവൽ വരെ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ദെൻ ടാറ്റ കെമിക്കലാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്നു. ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 350 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ദെൻ 320 രണ്ട് സ്റ്റേജായി ടാറ്റ കെമിക്കലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഡൗൺ സൈഡ് റിസ്ക് ടാറ്റ കെമിക്കലിൽ വളരെ കുറവാണ്. 450 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇതിൽ സിമൻസ്, റിലയൻസ്, DHFL, പ്രിസം സിമെൻറ്റ്, അതുപോലെ മാരുതി, സൺഫാർമ, HCL, ഹിൻഡാൽകോ, ടാറ്റ കെമിക്കൽ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇപ്പോഴത്തെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ചിലപ്പോൾ ഷോർട്ട് ടൈം പോലും ഒരു റൈഡിനുള്ള പോസിബിലിറ്റി സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോഴത്തെ ഈ ലിസ്റ്റ്. മാർക്കറ്റ് വാച്ചിൻ്റെ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇനിയും അറിയിക്കണം. investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങളുടെ കത്തുകൾ അയയ്ക്കുക. വിപണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രൻ മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.